നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമസ്കാരം കൃഷ്ണേന്ദു. നമസ്കാരം. ഈ ഗാനഗന്ധവൻ യേശുദാസിന് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറണമെന്നുള്ളത്. നിരവധി പാട്ടുകൾ കൃഷ്ണനെ കുറിച്ച് പാടിയിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മളിപ്പോഴും കേൾക്കുന്ന കൃഷ്ണൻ്റെ ഗാനങ്ങൾ ഒരുപക്ഷെ യേശുദാസിൻ്റെ ആലാപനത്തിലൂടെ ആയിരിക്കും. അത്രയേറെ കൃഷ്ണനും യേശുദാസുമായിട്ട് വലിയൊരു ബന്ധമുണ്ട്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളിലും അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല അല്ലെ അങ്ങനെ പറഞ്ഞിരുന്ന അത്രയ്ക്ക് പരിപാവനമായിട്ട് ഹിന്ദു സമൂഹം കൊണ്ടു നടന്ന ആ ക്ഷേത്രത്തിൽ ഇന്നിപ്പോൾ ആർക്കും എന്തുമാകാം എന്നുള്ള തരത്തിൽ വന്നിരിക്കുന്നു. റീലുകൾ ചിത്രീകരിക്കാൻ വേണ്ടി മാത്രം പോകുന്ന ഒരിടം, ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് അവിടെ പ്രാർത്ഥനയ്ക്കാണ് പോകുന്നത്. പക്ഷേ അതിൻ്റെ പുറംഭാഗമായിട്ട് കാണാൻ തക്ക രീതിയിൽ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ആ ഗോപുരത്തിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് റീലുകൾ എടുത്ത് കൃഷ്ണനോട് അഭേദ്യമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞെടുക്കുന്ന ഒരു ചില്ലറയൊന്നുമല്ല. അതും ഒരു പക്ഷേ ഹിന്ദു മതവിശ്വാസികളല്ല, അന്യമതത്തിൽപ്പെട്ട. ഞാനിപ്പോൾ പറഞ്ഞു വന്നത് കുറേ നാൾ മുമ്പ് ജസ്ന സലീം എന്ന് പറഞ്ഞ ഒരു കൃഷ്ണഭക്ത എന്ന് തന്നെ പറയാം. ഒരു പക്ഷേ ഇപ്പം മുസ്ലിം മതവിശ്വാസത്തിൽ നിന്ന് ജസ്ന മാറിയിട്ടുണ്ട്. അപ്പോൾ അന്ന് ജസ്ന കേക്ക് കൊണ്ടുവന്ന്, കേക്ക് നമുക്കറിയാം എങ്ങനെ ഉണ്ടാക്കുന്നത്, മുട്ടയൊക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നത്. കേക്ക് കൊണ്ടുവന്ന് ഫ്രണ്ടിൽ വെച്ചിട്ട് ജന്മദിനാഘോഷം വലിയ രീതിയിൽ ഹിന്ദു മതവിശ്വാസികളുടെ ഇടയിൽ തർക്കമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഹൈക്കോടതി അന്ന് വിലക്കിയതാണ് ഇത്തരത്തിലുള്ള റീലുകൾ ഇനി അവിടെ ചിത്രീകരിക്കരുത്. അതിനുശേഷം ഈ പറഞ്ഞോണം ചില നേതാക്കൾ ഉൾപ്പെടെ റീലുകൾ ചിത്രീകരിച്ച് വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കൊണ്ട് തീരുന്നില്ല. ഇപ്പം നമുക്കറിയാം ബിഗ് ബോസ് താരം ജാസ്മിൻ ജാഫർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് ഭാഗ്യത്തിന് കയറിയില്ല എന്ന് തോന്നുന്നു. നടപ്പന്തലിലും ക്ഷേത്രക്കുളത്തിലുമൊക്കെ ആയിട്ട് റീലുകൾ ചിത്രീകരിച്ചിരിക്കുന്നു. എന്താണ് കൃഷ്ണേന്ദു ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇന്നൊരു റീൽസിന്റെ കാലമാണ്. ഇന്ന് കൂടുതൽ വ്യൂസ് കിട്ടുക, അല്ലെങ്കിൽ കൂടുതൽ ലൈക്ക് പോവുക, ഷെയർ പോവുക, അതിന് വേണ്ടിയിട്ട് എന്തും കാണിക്കാം എന്നുള്ളത്. കുറേ നല്ല റീലുകളൊക്കെ ഉണ്ട്. ഒരുപാട് നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് ഭയങ്കര നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകളൊക്കെ ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ ദിവസവും ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞാൽ കാണുന്നതാണ്. പക്ഷേ അതൊക്കെ തന്നെ അതിനൊക്കെ ഒരു അതിർവരമ്പ് ലംഘിച്ചുകൊണ്ട് പോകുമ്പോഴാണ് അതൊക്കെ ട്രെൻഡിങ് ആവുന്നതും അതുപോലെ തന്നെ പല ആളുകൾ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നതും. ഇപ്പോൾ ഈ ജാസ്മിൻ ജാഫർ പറഞ്ഞ പോലെ ബിഗ് ബോസിലെ ഉണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിയാണ്, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. അതുകൊണ്ട് തന്നെ എവിടെ പോയാലും ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ അറിയാനും മനസ്സിലാക്കാനും സാധിക്കും. അതുപോലെ തന്നെ ഇവരുടെയൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വളരെ ട്രെൻഡിങ്ങും ആകാറുണ്ട്. ഇപ്പോൾ ഒരു 3 ദിവസം മുമ്പാണ് ജാസ്മിൻ തൻ്റെ ഒരു സോഷ്യൽ മീഡിയ പേജിൽ ഒരു റീൽസ് ചിത്രീകരിച്ചു കൊണ്ടിട്ടത്. അത് കണ്ടു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാകും ഗുരുവായൂർ ക്ഷേത്രം പോലുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്നുള്ള ഒരു വീഡിയോയാണ്. ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഉള്ളിൽ കയറിയില്ല എന്നേ ഉള്ളൂ. അവിടുത്തെ ക്ഷേത്രക്കുളത്തിലും അതുപോലെ തന്നെ ആ നടപ്പുര ആ ഭാഗങ്ങളിലൊക്കെ തന്നെ അവിടെ നടന്നുകൊണ്ടും ഓടിക്കൊണ്ടും പല ഭാവങ്ങളിലൊക്കെ ഉള്ള ഒരു വീഡിയോ അവിടെ ചിത്രീകരിച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്യുന്നു. അത് ആദ്യമൊക്കെ തന്നെ വളരെ വൈറലായി. ഒരുപാട് ആളുകൾ ജാസ്മിൻ്റെ വസ്ത്രധാരണത്തെയും അതുപോലെ തന്നെ മേക്കപ്പിനെയൊക്കെ തന്നെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വന്നു. പക്ഷേ ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ മട്ടും ഭാവവും മാറുന്നതാണ് കണ്ടത്. ക്ഷേത്രക്കുളത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പരിസരത്തൊന്നും ഇത്തരത്തിലുള്ള വീഡിയോ ചിത്രീകരിക്കരുതെന്ന് മുൻപ് ഹൈക്കോടതി അടക്കം കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. അതിനൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ചിത്രീകരണമാണ് അവിടെ നടന്നിരിക്കുന്നത്. പറയാൻ നമുക്ക് പറ്റില്ല. കാരണം ഇത് വാർത്തകളിലെല്ലാം നിറയും. ജസ്മിനെ പറ്റി ഒരു പക്ഷേ ജാസ്മിനെ അറിയാം, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായി എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും പോയി ചിത്രീകരിക്കുക. ഈ ജാസ്മിൻ ഞാനൊരു മതത്തെ എടുത്തു പറയുമല്ല, ഈ 2 മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട 2 പെൺകുട്ടികളാണ്. അപ്പം ഞാൻ തിരിച്ചൊന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഒരു മുസ്ലിം ചർച്ചിൽ മോസ്കിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ല. അത്തരത്തിൽ അവിടെ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള റീലുകളൊന്നും ആരും ചെയ്യാറുമില്ല. ക്രിസ്ത്യൻ പള്ളിയിലാണെങ്കിലും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു ഇതൊക്കെ വെച്ച് റീലുകൾ ചെയ്യുകയൊന്നുമില്ല. അപ്പം അവിടേക്ക് അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരു പക്ഷേ ഒരു മുസ്ലിം ചർച്ചിനകത്ത് ഒരു പെൺകുട്ടി കയറിയോ അല്ലെങ്കിൽ ഒരു സ്ത്രീ കയറിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ റീലുകൾ ചിത്രീകരിക്കാൻ വേണ്ടി മാത്രം ചില മോസ്കുകൾ നമ്മൾ തിരഞ്ഞെടുക്കുകയോ ചെയ്താൽ അത് ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിലെ കുറച്ച് പേര് കണ്ടിട്ട് നിർത്തുന്ന രീതിയിലായിരിക്കത്തില്ല, വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കലാപത്തിലേക്ക് തന്നെ പോകും. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ. കാരണം ഒരു മുസ്ലിം മത വിഭാഗമാണെങ്കിലും ക്രിസ്ത്യൻ മത വിഭാഗമാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളാണ്. അത് അവരെ അടിച്ചമർത്തുന്നു എന്ന് പൊതുവേ ഒരു സംസാരമുണ്ട്. ആ ഒരു അടിച്ചമർത്തലിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ പ്രത്യേകിച്ച് ഒരു ഹിന്ദുവോ ഒരു ക്രിസ്ത്യാനിയോ ഇത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ കലാപങ്ങളിലേക്ക് വഴിതെളിക്കും. പക്ഷെ ഒരു ഹിന്ദു ക്ഷേത്രങ്ങളിൽ എന്തുമാകാം എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കേണ്ടുന്ന കാര്യമുണ്ട്. ക്ഷേത്രക്കുളം എന്ന് പറയുന്നത് ഈ ക്ഷേത്രക്കുളത്തിൽ നിന്നുള്ള തീർത്ഥം എടുത്താണ് ദേവന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം പൂജ
പൂജകളെല്ലാം ചെയ്യുന്നത്. അത്രയ്ക്ക് പരിപാവനമായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു കൊച്ചുകുട്ടിക്ക് പോലും അത് അറിയാവുന്ന കാര്യമാണ്. ഒരു പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ, ക്ഷേത്രം എന്ന് പറയുന്നത് അത്രയ്ക്ക് വിശുദ്ധമായിട്ട് കൊണ്ട് അല്ല, റീല് ചിത്രീകരിക്കാനുള്ള ഒരു ഇടമല്ല ഒരു ക്ഷേത്രവും. അത് ഒരു മുസ്ലിം ചർച്ചും ഒരു ക്രിസ്ത്യൻ പള്ളിയും. അവിടെ പ്രാർത്ഥനാലയമാണ്. ഇനി ഒരു പക്ഷേ കല്യാണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു പക്ഷേ അവർക്ക് അവിടെ നിന്ന് അവരുടെ ഓർമ്മകൾക്ക് വേണ്ടിയിട്ട് ഒരു ഫോട്ടോ എടുക്കുന്നതിനോട് കുഴപ്പമില്ല. അപ്പോഴും അവരും ഒരു പക്ഷേ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു ആ ദേവസ്വമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അനുവാദം വാങ്ങിക്കൊണ്ടായിരിക്കും. അങ്ങനെ ഇപ്പം ചർച്ചിലാണെങ്കിലും ക്രിസ്ത്യൻ പള്ളികളിലാണെങ്കിലും അവർ ഫോട്ടോകൾ എടുക്കാറുണ്ട്, വീഡിയോ അത് അവരുടെ ഒരു പ്രത്യേക ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റിയാണ്. അല്ലാതെ ഇത്തരത്തിലുള്ള സിനിമാ പാട്ടുകളൊക്കെ ഇട്ട് റീൽ അടിക്കാനും അവരുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കാനുള്ള ഇടങ്ങളല്ല. അത് ഹിന്ദു ക്ഷേത്രങ്ങളും മുസ്ലിം പള്ളികളും ക്രിസ്ത്യൻ പള്ളികളും. ഞാനിപ്പം ഒരു വിഭാഗത്തെ മാത്രമല്ല പറഞ്ഞു, എല്ലാ മത വിഭാഗങ്ങളിലുമുള്ള പ്രാർത്ഥന ആരാധനാലയങ്ങളിൽ ഇത്തരത്തിലുള്ള ചിത്രീകരണങ്ങൾ നടക്കുന്ന ഇടമല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം ഒരു പക്ഷേ നല്ലത് തന്നെയാണ് അങ്ങനെ ഒരു മതസൗഹാർദ്ദം. ഇപ്പം ജസ്ന ആയാലും ജാസ്മിൻ ആണെങ്കിലും കൃഷ്ണനോടുള്ള ഭക്തി അതൊരു മതസൗഹൃദം തന്നെയാണ്. നമുക്ക് സന്തോഷമേ ഉള്ളൂ. ഇതിപ്പം തിരിച്ച് ഒരു ക്രിസ്തുവിനോട് ഒരു ഇഷ്ടം തോന്നുന്ന എത്രയോ ഹിന്ദു പിന്നെ എല്ലാ ദൈവങ്ങളെയും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മതമാണ്. കാരണം 30 മുക്കോടി ദൈവങ്ങളുള്ളിടത്ത് ഒന്നോ രണ്ടോ മതത്തെയും കൂടെ അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ കണ്ടിട്ടുള്ള ഹിന്ദു മതവിശ്വാസികൾക്ക് വലിയ കുഴപ്പമില്ല. കാരണം എനിക്കറിയാവുന്ന ഒരുപാട് ഒട്ടേറെ ഈ പറയുന്ന ഞാൻ പോലും ഏറ്റവും കൂടുതൽ ക്രിസ്തുവിനെ ആരാധിക്കുന്ന സ്നേഹിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതുപോലെ തന്നെ മറ്റുള്ള ഇപ്പോൾ കൂടുതലും മുസ്ലിം മതവിശ്വാസികൾ കുറച്ചുകൂടി കൃഷ്ണനോടൊരു ഭക്തിയൊക്കെ ഉണ്ട്. അതിപ്പോൾ ജാസ്മിന് മാത്രമല്ല പല ആൾക്കാർക്കും ഹിന്ദു ഒരു ആരാധനയോടൊക്കെ ഒരു ചെറിയ മമതയും ഇഷ്ടമൊക്കെ ഉണ്ട്. ക്രിസ്ത്യാനികൾക്കും അത്തരത്തിലുണ്ട്. തിരിച്ചങ്ങോട്ട് ഇതൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ പൊതു താല്പര്യങ്ങളാണ്, പൊതു മത സൗഹാർദ്ദത്തിൽ പെടുന്നത്. ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇപ്പം ശബരിമല സീസൺ അടുക്കുമ്പോഴത്തേക്കും എത്ര പേർക്കാണ് മുസ്ലിം വിശ്വാസികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സഹോദരങ്ങൾ ശ്രമിക്കാൻ ഭക്ഷണമാണെങ്കിൽ ഒക്കെ നമ്മൾ കേൾക്കുന്നത്. തിരിച്ച് ആറ്റുകാൽ പൊങ്കാല സമയത്ത് നമ്മളൊക്കെ കാണുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഈ പൊങ്കാലയ്ക്ക് വരുന്ന അമ്മമാരെയും പെങ്ങന്മാരെയും ഒക്കെ പൊന്നുപോലെ നോക്കി അവർക്ക് ആഹാരമൊക്കെ കൊടുക്കുന്നത് ആരാണ്? ഈ കടകളിൽ ഏറ്റവും കൂടുതൽ ആരാണ്? മുസ്ലിം സഹോദരങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ നല്ല സന്തോഷമാണ്. പക്ഷേ ചിലവർ അത് മുതലെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിക്കുന്നത്. അത് ഒരു വിശ്വാസ സ്ഥലങ്ങൾ, ഒരു ആരാധനാലയങ്ങൾ, അത് ഹിന്ദു ക്ഷേത്രങ്ങൾ മാത്രമല്ല മുസ്ലിം പള്ളി. നാളെ ഒരു ഹിന്ദു സ്ത്രീ പോയി മുസ്ലിം പള്ളിക്കകത്ത് കയറിയോ അല്ലെങ്കിൽ അവരുടെ അനുസരിക്കാതെ അവിടെ ചെന്ന് റീലിൽ തെറ്റ് തന്നെയാണ്. അതേപോലെ തന്നെ ക്രിസ്ത്യൻ ചർച്ചിൽ പോയി ഒരു മുസ്ലിം യുവതി ഇത്തരത്തിൽ ചെന്നിട്ട് അവിടെ ചെന്ന് റീല് ഇടുക എന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ്. അവിടെ എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കാനാണ് ചെല്ലുന്നത്. ആ ഒരു ആരാധനാലയത്തിൽ പ്രാർത്ഥിക്കുക, നിങ്ങൾ തിരിച്ചിറങ്ങുക. ഇനി അവിടെ പാലിക്കേണ്ടുന്ന നിബന്ധനകൾ അനുസരിച്ച് നിങ്ങൾക്കൊരു ഫോട്ടോ എടുക്കുന്നതിനോട് കുഴപ്പമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അതിനകത്തൊന്നും കയറ്റി ഫോട്ടോ എടുക്കുന്നത്. പുറത്ത് നിന്ന് ഇപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ വെളിയിൽ നിന്ന് നമുക്ക് എടുക്കാം, അതിനകത്തൊന്നും അവർ സമ്മതിക്കത്തില്ല. അപ്പം ഇത് കോടതി വിധി ഇങ്ങനെ നിൽക്കേ ഇപ്പം ജാസ്മിൻ ആണെങ്കിലും ജസ്നയ്ക്കാണെങ്കിലും ബുദ്ധിയുണ്ടല്ലോ, വിവേകമുണ്ട്, പഠിച്ചിട്ടുള്ള കുട്ടികളാണ്, നിയമം അത്യാവശ്യം അറിയാവുന്ന ആൾക്കാർ തന്നെയാണ്. പറഞ്ഞുകൂടാ കേട്ടില്ല കണ്ടില്ല കൊച്ചുകുട്ടിയൊന്നുമല്ല. അപ്പം തീർച്ചയായിട്ടും ജാസ്മിൻ ഈ ഒരു അവസരത്തിൽ ജസ്ന ഇങ്ങനെ നിൽക്കുന്ന അല്ലെങ്കിൽ ജസ്നയ്ക്ക് ഇങ്ങനെ നേരിട്ടുകൊണ്ടിരുന്ന ഈ ഒരു ഇത് മറികടന്നുകൊണ്ട് ജാസ്മിൻ ആ ക്ഷേത്രത്തിൽ പോയത് ഇത്തരത്തിൽ കാണിച്ച് ഈ കോപ്രായങ്ങൾ തന്നെ ഞാൻ പറയാം. എവിടെല്ലാം എന്തെല്ലാം നല്ല ഇതിനേക്കാളും നല്ല അറ്റ്മോസ്ഫിയറുള്ള സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ പോയി അങ്ങ് ചിത്രീകരിച്ചാൽ പോരെ ഈ റീലുകളൊക്കെ. എന്തിനാണ് പാവം പിടിച്ച ഗുരുവായൂരപ്പൻ്റെ പുറകെ പോകുന്നത്? യേശുദാസ് പോലും എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ വെച്ച് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഹൈക്കോടതിയിലൊക്കെ പോയി ഇങ്ങനെ വേണമെങ്കിൽ പക്ഷെ അദ്ദേഹം പോലും എന്തുകൊണ്ടാണ് അത് മാറി നിന്നത്? അദ്ദേഹം തന്നെ പറഞ്ഞിട്ട് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമാണ് എനിക്ക് ഗുരുവായൂരപ്പനെ കാണണമെന്നുള്ളത്. എന്തുകൊണ്ടാണ് അദ്ദേഹം മാറി നിന്നത്? അതിന് ആ പരിപാവനമായിട്ടുള്ള സ്ഥലത്ത് ഞാൻ പോകരുത് എന്നുള്ള ഇത് വേണമെങ്കിൽ അദ്ദേഹത്തിനും എത്രയോ പേരെന്നെ കയറുന്നുണ്ട്. അദ്ദേഹം ഒരു പ്രശസ്തനായിട്ടുള്ള വ്യക്തി ആയതുകൊണ്ടാണ് ഇത്. ഇപ്പം ഹിന്ദു അല്ലാത്ത ക്രിസ്ത്യൻസ് ആയിട്ടുള്ള നമ്മൾ അറിയുന്നുണ്ട്, ഇത് ഹിന്ദുവാണ്, ഇത് ക്രിസ്ത്യനാണ്, ഇത് മുസ്ലിമാണ്. എല്ലാ മനുഷ്യരും ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഒരു പൊട്ടിട്ട ഹിന്ദുവാകും, പൊട്ടെടുത്ത ക്രിസ്ത്യനാവും, ഒരു തട്ടമിട്ട മുസ്ലിം ആവും അല്ലേ? ഞാനാണെങ്കിലും കൃഷ്ണേന്ദു ആണെങ്കിലും ഇതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. മനുഷ്യനെ വേർതിരിക്കുന്ന മതം എന്ന ഐഡന്റിറ്റി കാർഡ് കൊടുക്കുമ്പോൾ മാത്രമേ അവൾ ഹിന്ദു ഇവൻ മുസ്ലിം എന്നുള്ള ഇത് വരത്തുള്ളൂ. പക്ഷേ അത് ഇനി ഒരു പക്ഷേ ഈ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് പറയുന്ന
അത് പറയുന്നതിന് ചില ചിട്ടകളുണ്ട് കൃഷ്ണേന്ദു. കാരണം മാംസാഹാരം കഴിച്ചുകൊണ്ട് എടുക്കരുത്, ഒരു പക്ഷേ ഹിന്ദു ആചാരങ്ങൾ അറിയാത്തവരായിരിക്കാം, ഇതൊക്കെ ആയിരിക്കാം അതിൻ്റെ ആ ചിട്ടകളിൽ വരുന്നത് കൊണ്ടായിരിക്കാം. പിന്നെ ചിലവർ പെട്ടെന്ന് കുളിക്കാതൊക്കെ കയറും. അപ്പോൾ ഈ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവർക്കേ അറിയത്തുള്ളൂ അതിൻ്റെ ചട്ടം എന്താണ്, നിയമം എന്താണ്. അത് ഇപ്പം നമ്മൾക്ക് എനിക്കിപ്പം നിസ്കരിക്കുക എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ആ വിശ്വാസത ഖുർആൻ പഠിച്ച് അല്ലെങ്കിൽ അതിനെ ഇതടിച്ച് രീതികളായതിനു ശേഷമേ എന്ത് ചെയ്യാവൂ, നിസ്കരിക്കാവോ അല്ലെങ്കിൽ മുസ്ലിം കാര്യങ്ങളൊക്കെ ചെയ്യാവോ. ക്രിസ്ത്യൻ പള്ളികളും അതേപോലെ തന്നെ ബാപ്റ്റിസം എന്ന് പറഞ്ഞ ഒരു സംഗതിയുണ്ട്. അതെടുത്തതിന് ശേഷം അവർക്ക് കർത്തൃമേശ സ്വീകരിക്കാൻ പറ്റുമോ. അല്ലാതെ ചിട്ടകളനുസരിച്ച് അത് ആ വിശ്വാസം പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവർക്കേ അങ്ങനെ പറ്റും. അതുപോലെ തന്നെയാണ് ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ളത് പല ക്ഷേത്രങ്ങളിൽ എഴുതി വെച്ചത്. അത് കാരണം ഹിന്ദു ആയതുകൊണ്ടല്ല, ആ ചിട്ടകളും മര്യാദകളും അനുസരിക്കാതെ ആരെങ്കിലും കയറി കഴിഞ്ഞാൽ അത് ആ ഒരു ചുറ്റുമുള്ള പോസിറ്റീവായിട്ടുള്ള വൈബിന് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ഉണ്ടല്ലോ, ആ ഒരു ഈശ്വര സാന്നിധ്യത്തിന് ഭംഗം വരും എന്നുള്ളൊരു വിശ്വാസമാണ്. ഇവിടെ ഏതായാലും ഇപ്പോൾ ജാസ്മിൻ എന്തായാലും എനിക്ക് തെറ്റാണ് ചെയ്ത് മനസ്സിലായിട്ടുണ്ട്. ജാസ്മിൻ അത് തെറ്റ് സമ്മതിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ആ പോസ്റ്റ് ഒന്ന് ഞാൻ വായിക്കാം. എന്നെ സ്നേഹിക്കുന്നവർക്കും മറ്റുള്ളവർക്കും ഞാൻ ചെയ്ത ഒരു വീഡിയോ ബുദ്ധിമുട്ടുണ്ടാക്കിയതായി മനസ്സിലാക്കുന്നു. ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയോ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നോ വിചാരിച്ചോ ചെയ്തതല്ല. അറിവില്ലായ്മ കൊണ്ട് എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ തെറ്റിന് ഞാൻ എല്ലാവരോടും ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു. അത് വളരെ നല്ലൊരു ക്വാളിറ്റിയാണ്. കാരണം ഒരു കംപ്ലൈൻറ്റ് പോയി അല്ലെങ്കിൽ ഇത്രയേറെ അത് ഈ ഒരു മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്നും കൃത്യമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ട് വളരെ വേഗത്തിൽ തന്നെ അതൊരു ക്ഷമ ചോദിച്ചുകൊണ്ട് വന്നത് വളരെ നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ജസ്നയുടെ കേസിലൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. ജസ്ന എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ തിരിച്ചങ്ങ് തർക്കിക്കുകയായിരുന്നു. എന്നെ കൂട്ടം ചേർന്ന് ഞാനൊരു കൃഷ്ണഭക്തി ആയതുകൊണ്ട് എന്നെ അതെ എൻ്റെ മതത്തിലുള്ളവർ പോലും എന്നെ എന്താ പറയുക ഇത് പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നതാണ്. പക്ഷെ ഇവിടെ ജാസ്മിൻ വളരെ വേഗത്തിൽ തന്നെ ഇത് വളരെ ചെറുതാണ്, എൻ്റെ പ്രയത്നമൊക്കെ വളരെ ചെറുതാണ്. അപ്പോൾ കൃത്യമായിട്ട് തന്നെ ഇപ്പോൾ ഏതായാലും ക്ഷമ ചോദിച്ചുകൊണ്ട് വന്നത് നല്ലൊരു ക്വാളിറ്റിയാണ് അല്ലേ.